ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെലവിൻ്റെ 40% സബ്സിഡിയായി കർഷകർക്ക് തിരികെ ലഭിക്കുന്ന ബയോഫ്ലോക്സ് മത്സ്യകൃഷി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസിന് വേണ്ടി ആദ്യം തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി മത്സ്യസമ്പാദ യോജനയുടെ ഘടക പദ്ധതിയാണ് ഈ ഒരു ബയോഫ്ലോക്ക് മത്സ്യകൃഷി. കുറഞ്ഞ സ്ഥലത്ത് മത്സ്യകൃഷി നടത്താമെന്നതും ഉയർന്ന ഉൽപാദനവുമാണ് ബയോഫ്ലോക്ക് മത്സ്യകൃഷിയിലേക്ക് കർഷകരെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. 6 മാസം കൊണ്ട് വിളവെടുക്കാമെന്നതിനാൽ വർഷത്തിൽ 2 തവണ നമുക്ക് മത്സ്യകൃഷി നടത്താവുന്നതാണ്. ഏറ്റവും ചെലവ് കുറഞ്ഞതും നൂതനവും പരിസ്ഥിതിക്ക് അനുയോജ്യവുമാണ് ഈ ഒരു ബയോഫ്ലോക്ക് മത്സ്യകൃഷി. ഈ ഒരു പദ്ധതി നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ 9.22 കോടി രൂപയും സംസ്ഥാന സർക്കാർ 6 കോടി രൂപയുമാണ് അനുവദിക്കുന്നത്. സംസ്ഥാനത്ത് 500 ബയോഫ്ലോക്സ് യൂണിറ്റുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒരു യൂണിറ്റിന് 7.5 ലക്ഷം രൂപ ചെലവ് വരും. ടാങ്ക്, ജനറേറ്റർ, CCTV എന്നീ ഭൗതിക സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ 4.8 ലക്ഷം രൂപ ചെലവ് വരും. കൂടാതെ 2.7 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങൾക്കും തീറ്റയ്ക്കും ചെലവുണ്ട്. മൊത്തം ചെലവിൻ്റെ 40% നിങ്ങൾക്ക് സബ്സിഡിയായി ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ബയോഫ്ലോക്ക് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതിന് മുമ്പ് നമ്മൾ ടാങ്കിൽ ബയോഫ്ലോക്ക് രൂപപ്പെടുത്തണം. അതായത് 20,000 ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കിൽ 200 ലിറ്റർ എന്നോണം മൈക്രോ ഓർഗാനിസം തയ്യാറാക്കണം. ഇതിനായി 200 ലിറ്റർ വെള്ളം നിറച്ച ബാരലിൽ മത്സ്യകൃഷി നടത്തിവരുന്ന ജലാശയത്തിൽ നിന്നും ശേഖരിച്ച ഉണങ്ങിയ 4 കിലോഗ്രാം മണ്ണ്, 2 കിലോ അമോണിയം സൾഫേറ്റ്, 40 ഗ്രാം പുളിപ്പിച്ച ശർക്കര എന്നിവ ചേർത്ത് 24 മുതൽ 36 മണിക്കൂർ വരെ സമയം ശക്തമായ എയറേഷൻ നൽകിയതിന് ശേഷം ടാങ്കിലേക്ക് ഒഴിക്കണം. ഇത് ബയോഫ്ലോക്ക് രൂപപ്പെടുന്നതിന് കാരണമാകുന്ന ജീവികളുടെ വളർച്ചയ്ക്ക് ഇടയാക്കും. തുടർന്നുള്ള ദിവസങ്ങളിലും നിശ്ചിത അനുപാതത്തിൽ പുളിപ്പിച്ച ശർക്കര ഒഴിക്കേണ്ടതുണ്ട്. 10 മുതൽ 14 ദിവസത്തിനുള്ളിൽ ടാങ്കിലേക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാവുന്നതാണ്. ഒരു ടാങ്കിൽ 1250 വീതം കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാം. തിലാപ്പിയ മത്സ്യങ്ങളാണ് ഇത്തരം ബയോഫ്ലോക്ക് ടാങ്കുകളിൽ വളർത്താൻ ഏറെ അനുയോജ്യം. കൂടാതെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ടാങ്കിലെ ജലത്തിൻ്റെ ഗുണനിലവാര പരിശോധനയും നടത്തേണ്ടതുണ്ട്. ഇനി ഇവിടെ തീറ്റയും വിളവെടുപ്പും എന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദിവസവും ഫ്ലോട്ടിംഗ് പെല്ലറ്റ് തീറ്റ 3-4 പ്രാവശ്യമായിട്ട് നൽകണം. ഈ കൃഷി രീതിയിൽ മത്സ്യം ബയോഫ്ലോക്ക് ഭക്ഷിക്കുന്നതിനാൽ മത്സ്യത്തീറ്റയുടെ അളവ് 30% വരെ കുറയ്ക്കാൻ സാധിക്കും. 6 മാസം കൊണ്ട് മത്സ്യം 500 ഗ്രാം വരെ തൂക്കം വെക്കും. മത്സ്യത്തിന് 350 ഗ്രാം വളർച്ച ആകുമ്പോൾ വിളവെടുപ്പ് ആരംഭിക്കാവുന്നതാണ്. ഒരു ടാങ്കിൽ നിന്നും ഒരു 1/2 കിലോഗ്രാം മത്സ്യം ലഭിക്കുമെന്നാണ്, അതായത് 500 കിലോഗ്രാം മത്സ്യം ലഭിക്കുമെന്നാണ് കണക്ക്. ഇനി ടാങ്ക് നിർമ്മാണത്തിനുള്ള ഡീറ്റെയിൽസ് നോക്കാം. 5 മീറ്റർ വ്യാസവും 1.2 മീറ്റർ ഉയരവുമുള്ള വൃത്താകൃതിയിലുള്ള ടാങ്ക് ഇരുമ്പ് കമ്പികളുള്ള വലയത്തിനുള്ളിൽ നൈലോൺ ഷീറ്റ് കൊണ്ട് വേണം നിർമ്മിക്കണം. ഈ ടാങ്കിൻ്റെ അടിത്തട്ടിൻ്റെ മധ്യഭാഗത്ത് നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുകുന്നതിനും ടാങ്കിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കൊണ്ടുവരുന്നതിനും ആവശ്യമായിട്ടുള്ള പ്ലംബിംഗ് പ്രവൃത്തികളും ചെയ്തിരിക്കണം. ഈ അളവുകളിലുള്ള ടാങ്കിൽ 20,000 ലിറ്റർ ജലം സംരക്ഷിക്കാൻ സാധിക്കും. മത്സ്യകർഷകരെ സംബന്ധിച്ച് ഈ ഒരു കൃഷിരീതി ഏറെ ലാഭകരമാണ്. തിലാപ്പിയ, വാള, ചെമ്മീൻ, ബ്രാൽ, കാളിഞ്ചി ഇങ്ങനെ തുടങ്ങിയ പല മീനുകളും നമുക്ക് ഈ രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പം ഇതേപോലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. താങ്ക്